ദൈവകൃപയും ഞങ്ങൾക്ക് പകർന്നതിനായി സ്തോത്രം. ഇന്ന് പകലിൽ ഞങ്ങൾ പിൻപോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങളെ ദൈവം ഉയർത്തിയ വിധങ്ങൾക്കായി, വാഗ്ദത്തം ചെയ്ത ദൈവം അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തീകരിച്ചതിനായി നന്ദിയോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ അങ്ങേ സ്തുതിപ്പാൻ, പാട്ടുകൾ പാടി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുമേശയിൽ പങ്കെടുപ്പാൻ, സാക്ഷികൾ കേൾപ്പാൻ, അത് ബലമായി തീരുവാനൊക്കെ ഞങ്ങളെ അനുവദിക്കണമേ. ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം. ഞങ്ങളുടെ മധ്യേ ആദ്യമായിട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഇംഗ്ലണ്ടിന്റെ മാഞ്ചസ്റ്റർ പട്ടണത്തിൽ ഉയർത്തുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായ സുഗ്രാഹ്യമായ ആരാധനയായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമേ നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിൽ അങ്ങേ സന്തോഷത്തോടെ സ്തുതിപ്പാൻ, ബലത്തിൽ അങ്ങേ ആരാധിപ്പാൻ, മുഴുവൻ ശക്തിയിലും അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ കർത്താവേ, ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കുവാൻ പോണതിനായി സ്തോത്രം. ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഇരുത്തണമേ, ഹൃദയം ധ്യാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞങ്ങൾ മുഴുവൻ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി പിതാവേ, നന്ദി. യേശു കർത്താവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു വർഷത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് ഈ 2024 നൽകുവാൻ തീരുമാനിച്ചിരുന്ന സ്വർഗീയ തീരുമാനങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വൻ കൃപയാൽ നമുക്കിന്ന് പകലിൽ ദൈവസന്നിധിയിൽ നിന്നും കൊണ്ട് പറയാം, കർത്താവേ അങ്ങ് ഞങ്ങളെ നിലനിർത്തി. അതിനായി നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ജനുവരി 1 ഞായറാഴ്ച മുതൽ ഈ 29 ഡിസംബർ മാസം നിൽക്കുമ്പോൾ പറയണം, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാത്തല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി, അതരങ്ങളെയൊക്കെ ഒന്ന് തുറന്നൊന്ന് സ്തോത്രം ചെയ്തേ. ഒരു പരപ്രേരണയും വേണ്ട. നടത്തിയ വിധങ്ങളെ ഓർത്താൽ കൊയറുകാർ ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ടെ. നമ്മളൊന്ന് സ്തോത്രം ചെയ്തേ, കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങ് ഞങ്ങളെ നിലനിർത്തിയതിനായി, അങ്ങ് ഞങ്ങളെ താങ്ങിയതിനായി, ഇന്ന് പകലിലും ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഒരു വകയുള്ളതിനായി സ്തോത്രം എന്ന് പറയുന്ന ആദരങ്ങളെല്ലാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കൊയറിനെ ക്ഷണിക്കുന്നു. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഒരിക്കൽ കൂടി, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. കരങ്ങൾ ഉയർത്തി. ഒന്നുമില്ലായ്മയിൽ
നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഇവിടെ വിശുദ്ധാകരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2024 ആണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി, ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു. എത്രയോ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര അനർത്ഥങ്ങൾ കൂടി ഈ വർഷം കടന്നുപോയി.
ഇന്ന് രാവിലത്തെ വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ ലോകം ഞെട്ടിക്കുന്നൊരു വാർത്ത കണ്ടാണ് നമ്മൾ ഉണർന്നത്. 181 പേർ യാത്ര ചെയ്യുന്നൊരു വിമാനം തെന്നി പ്രൈസ് ലോർഡ് മതിലിലിടിച്ച് 2 പേരും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 179 പേരും അഗ്നിഗോളമായി മാറി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധം, ദൈവം നമ്മളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് ഒരു നിമിഷം നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? ഞാനൊരു ആത്മീക വെളിപ്പാട് മാത്രം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് വേഗം ഞാൻ ആരാധനയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ 2 മനുഷ്യരെ നമുക്ക് കാണുവാൻ ഇടയായി തീരും. ഒന്ന്, ബുദ്ധിയുള്ള പാറമേൽ വീട് പണിതൊരു ബുദ്ധിയുള്ള മനുഷ്യനും 2 മണലിന്മേൽ വീട് പണിതൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ ഇടയായി തീരും. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. 3 പ്രതികൂലങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. ഒന്ന്, വൻമഴ ചൊരിഞ്ഞു, ഉയരങ്ങളിൽ നിന്നുള്ള പ്രതികൂലം. 2, നദികൾ പൊങ്ങി, ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലം. 3, കാറ്റടിച്ചു, ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രതികൂലം. ഉയരങ്ങളിൽ നിന്നുള്ള പ്രതികൂലം, ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലം, ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രതികൂലം ഒക്കെയും ഒരു മനുഷ്യൻ്റെ, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്തോ പകൽക്കാലം വിശ്വാസമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേമാരി നിന്റെ വീടിന്റെ മുകളിൽ വരാഞ്ഞിട്ടല്ല, കൊടുങ്കാറ്റ് നിന്റെ വീടിന്റെ മുകളിൽ വരാഞ്ഞിട്ടല്ല, കൊറോണ നിന്റെ വീടിൽ വരാഞ്ഞിട്ടല്ല. പക്ഷേ നീ വീഴുവാൻ എൻ്റെ തമ്പുരാൻ അനുവദിച്ചില്ല, നീ ഉടയുവാൻ എൻ്റെ സ്വർഗം അനുവദിച്ചില്ല. നന്ദിയുള്ള ദൈവജന കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ? അന്യഭാഷകളിൽ കൂടെ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ാലാവതില്ലേ എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ, 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 കൃപയാൽ എന്നെ സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി ഇത്. നിന്നകളേറിടും വേളകളിൽ, പരിദൂഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവേ താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്നകളേറിടും വേളകളിൽ, പഴുതുഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയം എനിക്കേശുകില്ല. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എൻ്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയം എനിക്കേശുകില്ല. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, 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 കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ, 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 കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ, കൃപയാൽ,
കൃപയാൽ കൃപയാൽ എന്നിൽ പകർന്നൊരു ശക്തിയത്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല ഈ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല ഈ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. നിന്നകളേറിടും വേളകളിൽ പഴുശിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തന്നരത്താൽ. നിന്നകളേറിടും വേളകളിൽ പഴുശിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തന്നരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓടിടുമ്പോൾ സാരമില്ല ഈ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരം ആയിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല ഈ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിതോ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തിത്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീനല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മന്നീനല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ നീ ഞാൻ കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ ഞാൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ശർന്ന് കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ഇനി തെല്ലും ഭയമെന്റെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
തീവ്ര സഹിഷ്ണുത, ഒരിക്കൽ കൂടി പറയാം, തീവ്ര വിശ്വാസം, തീവ്ര പ്രതിഷ്ഠ, തീവ്രശക്തി, തീവ്രമായിട്ടുള്ള സമർപ്പണങ്ങൾ. മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇനി നിങ്ങളെന്ന് പറഞ്ഞേ, ശക്തിയേറിയ വിശ്വാസം, തീവ്ര എന്നുള്ള വാക്ക് വിടാം, ശക്തിയേറിയ സമർപ്പണം, ശക്തിയേറിയ ശക്തി, തീവ്രശക്തി, ശക്തിയേറിയ ശക്തി. ഇങ്ങനെ പല നിലകളിൽ നമ്മൾക്ക് ഉണ്ടെങ്കിലും നമ്മളിതെല്ലാം പലപ്പോഴും ചോർന്നു പോകും. ശക്തിയേറിയ വിശ്വാസത്തിന് ഉടമയാകാം, ആഴത്തിൽ സമർപ്പിക്കപ്പെട്ടവനാകാം, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനാകാം, വലിയ വിശുദ്ധ ജീവിതം ചെയ്യുന്നവനാകാം, വലിയ താഴ്മയുള്ളവനാകാം. പക്ഷെങ്കിൽ ഇത് ഉടഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്. അവിടെയാണ് നമ്മൾ യോശുവയോട് പറഞ്ഞ ഈ വചനമെടുത്ത് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഞങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. ഞങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. ഉറപ്പും ധൈര്യവും ഒന്ന് പറഞ്ഞ്, ഞങ്ങൾ പറ, ഞാനെന്ന് പറഞ്ഞു, ഞാൻ ഉറപ്പുള്ളവനായിരിക്കും, ഉറപ്പുള്ളവളായിരിക്കും, ഞാൻ ധൈര്യമുള്ളവനായിരിക്കും, ഞാൻ ധൈര്യമുള്ളവളായിരിക്കും. കാര്യം എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഭൂലോകത്ത് എവിടെ നമ്മൾ പോയി പാർത്താലും കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ മറക്കുകയില്ല. എന്നിട്ട് തിരുവചന യെശയ്യാപ്രവചന പുസ്തകം പറയുന്നതിന്, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ബാലസിംഹങ്ങൾ ഇരകെട്ടാതിരുന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒന്ന് കരമുയർത്തി ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഒന്ന് കരങ്ങളെ വേണ തട്ടിക്കൊണ്ട് പറ, കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അടുക്കൽ ആര് എപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ശക്തിയേറിയ നിർദ്ദേശമെന്ന് പറയാൻ നമുക്ക് ലഭ്യമാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. 3 വ്യക്തികളെ ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. നിങ്ങൾ വായിക്കണമെന്നില്ല, പറയണമെന്നില്ല, കേട്ടുപോയാൽ മതി. ഈ പത്രോസിൻ്റെ ഒരു പ്രശ്നം പറയാം. പത്രോസിൻ്റെ പ്രശ്നം തന്നെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ എല്ലാം വിഷയങ്ങളാണ്. ഞാനും പല സമയങ്ങളിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ പത്രോസിനെ അലട്ടിയ വിഷയം. തൻ്റെ ഹൃദയം അല്ലെങ്കിൽ തൻ്റെ ആ മനസ്സ് യാഥാർത്ഥ്യമായിട്ട് ആരും അറിയുന്നില്ല എന്നുള്ള ഒരു ചിന്ത. എന്നിട്ട് ജനങ്ങളെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ കൂടെയുള്ള ആ ശിഷ്യഗണങ്ങളെക്കുറിച്ച്, മറ്റുള്ള 11 പേരെക്കുറിച്ച് മാത്രമല്ല, ഇത് പത്രോസിൻ്റെ ഉള്ളിൽ യേശുവിനോടുമുണ്ട്. യേശു യാഥാർത്ഥ്യമായിട്ട് എൻ്റെ തന്നോടുള്ള സ്നേഹത്തെ, യേശുവിലുള്ള എൻ്റെ വിശ്വാസത്തെ കർത്താവ് അറിയുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മളിലൊക്കെ ഭരിക്കാറുള്ളൊരു വിഷയമാണ്. കുടുംബജീവിതത്തിലാകട്ടെ, വർക്ക് പ്ലേസിലാകട്ടെ, എന്നെ അങ്ങോട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്. എന്തോ അവർക്ക് എന്നെ അങ്ങോട്ട് ഇതുവരെ അങ്ങോട്ട് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചും പറയും, ആ വ്യക്തിയെ എനിക്ക് ഇതുവരെ ശരിക്കൊന്ന് എന്താ ജിക്സ, ശരിക്കൊന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ വരണോ? അടി ഓക്കെ. അപ്പം ശരിക്ക് ഇപ്പോൾ എനിക്ക് അവന് മനസ്സിലായി ശരിക്കും അല്ലേ? നമ്മുടെ വിഷയം ഇതാണ്, എനിക്ക് ശരിക്ക് ഓക്കെ അല്ലേ മോനെ? ഓക്കെ. ഒരുത്തിരിക്കുന്നുണ്ടോ മോൻ? ഇങ്ങ് വാടാ, ഇവിടെയാടാ, ഇങ്ങോട്ട് വാ. നിങ്ങളൊന്ന് ഇങ്ങ് വന്നേ, എഴുന്നിട്ട് വാ. നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ 3 പേരൊക്കെ ഇരിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടോ? ഷോ, വാ ജസ്റ്റിനെ വാ മോനെ. വട ക്രിസ്റ്റോ, 2 പേരും പോരടാ മക്കളെ. നിങ്ങളൊക്കെ അനുസരിക്കുന്ന പിള്ളേരല്ലേ? ഒരു കസേര 3 പേരാ, ഒരാളവിടെ വേണം അല്ലേ? ഒരാളവിടെ ഇരുന്നു. ക്രിസ്റ്റോയും പോരടാ മോനെ. ഓക്കെ, സ്തോത്രം. പത്രോസിൻ്റെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ പ്രശ്നമായിരുന്നു എന്നെ യാഥാർത്ഥ്യമായിട്ട്, സ്തോത്രം, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ അറിഞ്ഞിട്ടോ ഫേസ് ചെയ്തിട്ടോ ഉപദേശിക്കാനോ പോയിട്ടുള്ളൊരു വിഷയമാണ് കുഞ്ഞുങ്ങളെ ഉപദേശിക്കണമേ. മറ്റുള്ളവരുടെ വീട്ടിലെ, നമ്മുടെ അല്ല, ഭാര്യയോടൊന്ന് ചില കാര്യങ്ങളൊന്ന് പറയണേ, അല്ലെങ്കിൽ പാസ്റ്റർ ഒന്ന്, അല്ലെങ്കിൽ വിശ്വാസി ചേട്ടാ, ചേച്ചി ഒന്ന് വീട്ടിലൊന്ന് പറയണേ. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാന്നറിയാവോ, എന്നെ അവൾക്ക് എന്നെ മറിച്ചും തിരിച്ചുവാ. പിള്ളേർ നമ്മൾ അനുഭവിച്ച വേദനകളൊന്നും അനുഭവിച്ചിട്ടില്ല. യാഥാർത്ഥ്യമായിട്ട് എന്നെ അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണ് അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും പറയുന്നത്. 18-20 വർഷം കഴിഞ്ഞ് 37 38 വർഷം കഴിഞ്ഞ ഒരു ഇംഗ്ലീഷുകാരി ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു വണ്ടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയി
മജിസ്ട്രേറ്റ് ഒരു ലേഡി ആയിരുന്നു, ഇറങ്ങിയിട്ട് അവൻ്റെ കൂടെ അവൾ പോയെന്ന്. ഞാൻ നിങ്ങളെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വെഹിക്കിൾ, ഒരു മോട്ടോർ RTA അല്ലേ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, RTA സംബന്ധമായ ചെറിയ കേസുണ്ടായി. അപ്പം മജിസ്ട്രേറ്റ് കോർട്ടിൽ അത് കേസ് ചെല്ലേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹം 37 വർഷമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരിയുടെ ഭർത്താവാണ്. സഹോദരിയല്ല, ഇംഗ്ലീഷുകാരിയാണ്, നേഴ്സിൻ്റെ. അപ്പോൾ ഈ മജിസ്ട്രേറ്റിന് ഇവരെ തമ്മിൽ അങ്ങ് ഇഷ്ടമായി. കേസെല്ലാം ഒത്തുതീർപ്പാകുന്നതിന് മുമ്പ് അവർ തമ്മിൽ ഒത്തുതീർപ്പായി. എന്നിട്ട് എന്നോട് പറയുക, ഒരു കാർഡും ഒരു കുപ്പി വൈനും കൊടുത്ത് വിട്ടിരിക്കുന്നതെന്ന്. അന്ന് അവരെന്നോട് പറഞ്ഞ, ജോ എന്നാണല്ലോ എന്നെ വിളിക്കുന്നത്, ജോ, അവൻ എന്നെ ഈ 37 വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ടും അവൻ എന്നെ മനസ്സിലായില്ലെന്ന്. ഞാൻ ചോദിച്ചു, നീ ഇനി മനസ്സിലാക്കാൻ പോവുകയാണോ? സ്തോത്രം. പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ വാസ്തവമായിട്ട് നീ എന്നെ അറിയുന്നില്ല. യേശു പിന്നത്തേതിൽ ചോദിക്കുന്നുണ്ട്, പത്രോസേ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 3 ചോദ്യത്തിന് പത്രോസ് പറഞ്ഞതിന് ശേഷം പത്രോസിനോട് പിന്നെ കർത്താവ് പറയുന്നുണ്ട്, നീ യാഥാർത്ഥ്യമായിട്ട് എന്നെ വിശ്വസിക്കുന്നു, അവിശ്വസിക്കുന്നു, നീ എന്നെ അനുഗമിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണേ, നീ എന്നെ തള്ളും പത്രോസേ. അയ്യോ, എന്നെ അന്നും ഇന്നും വിശ്വാസ ജീവിതത്തിൽ എന്നും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, എന്നാലുണ്ടല്ലോ പത്രോസേ, നിൻ്റെ ഹൃദയം ഞാൻ അറിയുന്നില്ല, മറ്റു ശിഷ്യന്മാർ അറിയുന്നില്ല എന്നുള്ളതാണല്ലോ നിൻ്റെ വിഷയം. എന്നാൽ നീ എന്നെ തള്ളുകൂടാ പത്രോസേ. പത്രോസ് പറഞ്ഞു, ഒരിക്കലുമില്ല. 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. നമ്മുടെ ബൈ മിസ്റ്റേക്കിൽ 1 പ്രാവശ്യം തള്ളുവോ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. പത്രോസിനോട് പറയുകയാണേ, നോട്ട് 1 ടൈം. അപ്പം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, അയ്യോ ഞാനത് കർത്താവ് പറഞ്ഞു. 2, എന്നിട്ടും അതിൽ നിൽക്കാൻ കഴിയാതെ നീ എന്നെ 3 പ്രാവശ്യം തള്ളും. തീവ്ര നിലപാടുകൾ പലപ്പോഴും ഭക്തൻ്റെ ജീവിതത്തിൽ നിന്ന് വഴുതിപ്പോകാറുണ്ട്. തീവ്ര നിലപാടുകൾ ഭക്തൻ്റെ ജീവിതത്തിൽ നിന്ന് വഴുതിപ്പോകും. അവിടെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളിൽ പകർന്നിരിക്കുന്നത് വീരത്വത്തിൻ്റെ ആത്മാവെന്നുള്ള വഴിയല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇതിൽ നിന്നും സകലത്തിൽ നിന്നും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ. പലപ്പോഴും കുടുംബജീവിതത്തിലാകാം, വർക്ക് പ്ലേസിലാകാം, സഹോദര്യ ബന്ധത്തിലാകാം, മാതൃപിതാ ബന്ധത്തിലാകാം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാകാം, നിങ്ങളെ അറിയുന്നില്ല എന്ന് തോന്നി നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, ദൈവാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. തീവ്രവിശ്വാസത്തിൻ്റെ ഉടമയായിരുന്ന പത്രോസ് യേശുവിനെ തള്ളാനിടയായി തീർന്നു. ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞ് ഞാൻ തിരുമേശയിലേക്ക് പ്രവേശിക്കാം. മോശയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും സൗമ്യനായിരുന്നു എന്ന. മോശയുടെ സൗമ്യത ഭൂലോകർക്ക് മുഴുവൻ അറിയാം. പക്ഷെ ഒറ്റയാടിക്കൊരു മിസ്രൈമിനെ കൊന്നുകളഞ്ഞു. എന്തിനാ? എബ്രായ ബാലനെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അവനെ കൊണ്ട് വേല ചെയ്യിക്കുന്നത് കണ്ടപ്പോൾ തന്നിലെ സൗമ്യത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തന്നിലെ സൗമ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗം കാണാം. പൗലോസ് കൃപാവര പ്രാപ്തന എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. നിങ്ങളെക്കാൾ അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. സംസാരിക്കുന്നത് ദൈവത്തോടാണെന്ന് ഓർത്ത് നമ്മൾ ഒരു ഫോണിൻ്റെ മൗത്ത് പീസ് കൈ പിടിച്ച് സംസാരിക്കുന്നത് പോലെ ആയിരിക്കണമേ. കർത്താവെ, ഒരു വാക്കേ പറയുന്നുള്ളൂ, ഉറഭനരതവ ശന്തരാധര സിയാപ്രഭ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കേൾക്കുന്ന ദൈവത്തോട് നീ തന്നെ സംസാരിക്കുകയാണ്. നിൻ്റെ അടുത്തിരിക്കുന്ന ബ്ലസം പാസ്റ്റർക്കും ജോസച്ചാനും മനസ്സിലായില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം അത് കേട്ടിട്ട് മറുപടി അയക്കുന്നതും കൂടി കേൾപ്പാൻ നമ്മൾ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പാടിപ്പിച്ച പൗലോസ് മർക്കോസിനെ ചൊല്ലി വലിയ ഉഗ്രവാദമുണ്ടായി. അവർ തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ തിരുവചനത്തിൽ കാണുന്നു. മർക്കോസിനെ ചൊല്ലി അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി.
ഉഗ്രവാദമുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മറുഭാഗത്ത് ഒന്നും കൂടെ ഞാൻ വേണം ചേർത്ത് പറയാം. ഇത്രത്തോളം 10-14 ലേഖനങ്ങൾ എഴുതിയ പോളിന് ചെറിയൊരു വിഷയം വന്നപ്പോൾ അന്ത്യോക്യയിൽ നിന്ന്, അല്ലെങ്കിൽ ജാതീയർ വിശ്വാസ മാർഗത്തിലേക്ക് വന്നപ്പോൾ, പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ ഒരു വിഷയം വന്നപ്പോൾ ജെറുസലേം കൗൺസിലിൽ കൊണ്ടുവരേണ്ടി വന്നു ആ വിഷയം. സ്തോത്രം, ജെറുസലേമിലേക്ക് ആ വിഷയം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ അറിവുകളെ, നമ്മുടെ സമർപ്പണങ്ങളെ, നമ്മുടെ സൗമ്യതകളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതകളെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പറഞ്ഞ പോള് പോലും പതറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, 2024 ഡിസംബർ മാസം 29-ാം തീയതി ഞാൻ ദൈവപാദപീഠത്തെങ്കിൽ ഇരിക്കുമ്പോൾ ഞാൻ പതറാതിരുന്നിട്ടില്ല, ഞാൻ ഇടറിപ്പോകാതിരുന്നിട്ടില്ല, ഞാൻ വീഴാതിരുന്നിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവം എന്നെ അവിടെ നിന്നെല്ലാം ചതഞ്ഞ ഓടെ ഒടിക്കാതെ വണ്ണം, പുകയുന്ന തിരിയെ കെടുത്താതെ വണ്ണം എന്നോട് എഴുന്നേൽക്ക, ഇന്ന് എഴുന്നേൽക്ക, നീ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാം.